തലക്കിട്ടുറപ്പിച്ച സത്യമായി തീർന്നു. ഒന്നാമത്തെ വരവ് പോസിറ്റീവായിട്ട് സ്വീകരിച്ച സകല പ്രിയപ്പെട്ടവർക്കും രണ്ടാമത്തെ വരവിന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ വരവ് സുനിശ്ചിതമാണ്. നമ്മൾ എല്ലാവരും എടുക്കപ്പെടണം. എടുക്കപ്പെടുവാൻ തക്കവണ്ണം യോഗ്യതയുള്ളവരായി എങ്ങനെയുള്ള യോഗ്യത നമുക്കുണ്ടാകണം? അത് ഒന്നാമത്തെ ലേഖനത്തിൽ, പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനം 1 മുതലുള്ള വാക്യങ്ങൾ പഠിച്ചു വന്നാൽ മാത്രമേ രണ്ടാമത്തെ ലേഖനത്തിൽ ഈ 3-ാമത്തെ അധ്യായം മനസ്സിലാവൂ. ഞാൻ വിശ്വസിക്കുന്നു പത്രോസ് കുറെ വയസ്സായി, തന്റെ ജീവിതത്തിന്റെ അന്ത്യത്തോടൊക്കെ അടുക്കുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ പത്രോസ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ ഇവിടെ നിന്ന് മാറ്റപ്പെട്ട് എന്റെ ശാരീരികമായിട്ടുള്ള മരണം സംഭവിച്ചാൽ പോലും അങ്ങയുടെ സുവിശേഷം ശക്തമായി എന്നിൽ കൂടെ ലോകത്തോട് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. How could I do so? അതിന് അങ്ങ് എങ്ങനെയാ എനിക്ക് തരുവാൻ പോകുന്ന, അങ്ങ് എങ്ങനെയാ എന്നെ അങ്ങനെ ഉപയോഗിക്കുവാൻ തക്കോണം ഞാൻ എന്ത് ചെയ്യണം? ഈ ഫോർമൽ എഡ്യൂക്കേഷനൊന്നും അധികം ഇല്ലാത്ത ഒരാളായിരുന്നു. എന്നാൽ താൻ പഠിച്ച് 7 അക്ഷരങ്ങളും എല്ലാം പഠിച്ച് എഴുതി ഈ ലേഖനം ഒന്ന് വായിച്ചു നോക്കണം. ഗ്രീക്കിൽ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ശക്തനായ അറിവുള്ള ഒരുവന് മാത്രമേ ഇങ്ങനെയുള്ള ഒരു ലെറ്റർ എഴുതാൻ പറ്റത്തുള്ളൂ. അന്നേരം പരിശുദ്ധാത്മാവ് തന്നോട് പറഞ്ഞു, നീ ലേഖനം എഴുതി വയ്ക്കാൻ. ആ ലേഖനം 2000 വർഷങ്ങൾക്ക് ശേഷം ഇന്നും നമ്മളോട് എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യം എവിടെയെന്ന് ചോദിച്ചാൽ അന്ത്യമില്ല എന്ന് തഞ്ചേടമായിട്ട് പറയുവാൻ സാധിക്കുന്നു. ഞാൻ മരിക്കത്തില്ല, ഞാൻ ജീവനോട് കൂടി ഇരുന്ന് ദൈവത്തിന്റെ യഹോവയുടെ പ്രവൃത്തിയെ വർണ്ണിക്കും. ആരാ പറഞ്ഞ? എന്നാ അടുത്ത ആഴ്ച തന്നെ കണ്ടുപിടിച്ചാ മതി, ഇപ്പൊ നോക്കണ്ട. ഞാൻ ജീവനോട് കൂടിയിരുന്ന്, ഞാൻ മരിക്കില്ല, ഞാൻ ജീവനോട് കൂടിയിരുന്ന് ദൈവത്തിന്റെ പ്രവൃത്തിയെ വർണ്ണിക്കും. ശാരീരികമായ മരണത്തെ കുറിച്ച് അല്ല ഇവിടെ പറയുന്നത്. ശാരീരികമായ മരണത്തെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. ശാരീരികമായിട്ടുള്ള മരണം the beginning of a great action oriented lifestyle. അതുകൊണ്ട് പത്രോസ് പ്രാർത്ഥിച്ചു. പത്രോസിന് ദൈവം കൊടുത്ത ആലോചനയാ, നീ സുവിശേഷമായി എഴുതി വയ്ക്കണം. അതിന്റെ തുടക്കം 1-ാം ലേഖനം 1-ാം അധ്യായം ഒരിക്കൽ നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിൽ ചിലരൊക്കെ കേട്ടിട്ടുണ്ട്. 1-ാമത്തെ അധ്യായം 1-ാമത്തെ അധ്യായത്തിന്റെ 1-ാം ലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. ഒരു സ്തോത്രമൊക്കെ പറയണം. സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള മരണത്തെ മാനവജാതിയിൽ നിന്നും മാറ്റി തന്റെ പുനരുത്ഥാനത്താൽ മാനവജാതിക്ക് തന്റെ കരുണയ്ക്ക് പ്രകാരം നമ്മെ ജീവനുള്ള മരണമില്ലാത്ത നിത്യമായ പ്രത്യാശയ്ക്കായി നമ്മെ അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന
ശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അതിനർത്ഥം ഞാൻ യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ വരവ് മൂലമായി കാൽവറി ക്രൂശിൽ തന്റെ മരണം കൊണ്ട് എന്റെ മരണത്തെ മാറ്റി എനിക്ക് പൂർണ്ണ രക്ഷ, ഒരു പുതുജീവിതം തരുവാൻ തക്കവണ്ണം യേശു തന്റെ പുനരുദ്ധാനത്താൽ ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും വിശ്വസിക്കാം, നമ്മൾക്ക് നിത്യജീവൻ, ദൈവം ഒരു പുതുജീവൻ തന്നിരിക്കുന്നു. യേശുവിൽ ദൈവം എന്നെ ദൈവ പൈതലായി വീണ്ടും സ്വീകരിച്ചിരിക്കുന്നു. അതാണ് മൂന്നാമത്തെ വാക്യം മുതൽ നാം കാണുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? 16ാമത്തെ വാക്യം മുതൽ 13 മുതൽ പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് പണ്ട് വീണ്ടും ജനിച്ച പ്രിയപ്പെട്ടവരെ, പെന്തക്കോസ്ത് അനുഭവത്തിൽ കടന്നു വന്ന നാം എല്ലാവരും നമ്മളുടെ പണ്ടുള്ള ജീവിത രീതിക്ക് ഒരു മാറ്റത്തെ കൊണ്ടുവന്നോ ഇല്ലയോ എന്ന് ഒന്ന് പുനഃപരിശോധിച്ച് നോക്കണം. Now, I'm not asking you to compare yourself with anybody. I want you to compare with yourselves, your past life and present life. ദൈവത്തെ യേശുവിൽ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ദൈവകുഞ്ഞായി പിറക്കുന്നതിന് മുൻപുണ്ടായിരുന്ന നിന്റെ ജീവിതവും ദൈവകുഞ്ഞായി വീണ്ടും ജനിച്ചതിന് ശേഷമുള്ള നിന്റെ വളർച്ചയും ജീവിതവും ഇപ്പോഴുള്ള ജീവിതവുമായി ഒന്ന് തുലനം ചെയ്യണം. I want you to compare with it. വീണ്ടും ഒരിക്കൽ കൂടെ വായിക്കാം. 13ാമത്തെ വാക്യം മുതൽ. പണ്ട് നിങ്ങളുടെ അജ്ഞാന കാലത്ത് ദൈവത്തിന്റെ കുഞ്ഞായി ജനിക്കുന്നതിന് മുമ്പ് പാപത്തിൽ ജീവിച്ച് തോന്നിയ രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ആ ജീവിത രീതിക്ക് ഇപ്പോൾ ഉണ്ടായ ഒരു മാറ്റത്തെ പരിപൂർണമായി സ്പെസിഫൈ ചെയ്ത് പറയുവാനും, ഇത് എന്റെ മുമ്പിലത്തെ ജീവിതം, ഇത് യേശുവിൽ ജനിച്ച് ദൈവപൈതലായി വീണ്ടും ജനിച്ചതിന് ശേഷമാണ് എന്റെ ജീവിതം. അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ വീണ്ടും കണ്ടിന്യൂ ചെയ്യാതെ എനിക്ക് അന്നുള്ള ആഗ്രഹം എന്തായിരുന്നു? ഇന്നുള്ള ആഗ്രഹം എന്താ? അജ്ഞാന കാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നമ്മളെ ആരാ വിളിച്ചത്? സ്തോത്രം. വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഭക്ഷിപ്പാൻ, അല്ലെങ്കിൽ വിളിച്ചവന്റെ വിളിക്കൊത്തവണ്ണം വിളിച്ചവൻ വിശുദ്ധനാണ്, അശുദ്ധി അവനിൽ ഇല്ല എന്നുള്ളത് ഗ്രഹിച്ചുകൊണ്ട് എന്റെ ജീവിതത്തിലെ സകല അശുദ്ധിയും ഓരോ ദിവസവും മാറ്റിക്കളഞ്ഞ് അശുദ്ധിയുടെ വർഗത്തിൽപ്പെട്ട ഒന്നിനും ഇടം കൊടുക്കാതെ പുതുതായിട്ടുള്ള കാഴ്ചപ്പാട് പ്രാപിച്ചു വളരുവാൻ തക്കവണ്ണം എന്റെ ജീവിതത്തിൽ ഒരു വളർച്ച ആവശ്യമല്ലേ? അതിനുവേണ്ടി എന്നെ ചെയ്യണം. അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. 13ാമത്തെ വാക്യം പറയുന്നു, നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായിരിപ്പീൻ. ഇംഗ്ലീഷിൽ പറയുന്ന എന്നാണെന്നറിയാമോ?
Therefore, നിങ്ങൾ വീണ്ടും ജനിച്ചു എന്ന് അവകാശപ്പെടുന്നത് കൊണ്ടും വീണ്ടും ജനിച്ചത് ഒരു യഥാർത്ഥമായി ഞാനൊരു വേറൊരു രീതിയിൽ പറയട്ടെ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയട്ടെ. ഒരു പട്ടിയായി ജനിച്ച ഒരുവൻ ഒരു ദൈവ പൈതലായി വീണ്ടും ജനിക്കുന്നുവെങ്കിൽ പട്ടിയുടെ ഒരു ഗുണവും ഉണ്ടാകത്തില്ല. ദൈവ കുഞ്ഞിന്റെ എല്ലാ ഗുണങ്ങളും ഉണ്ടായിരിക്കും. ഹലോ, ഒന്ന് കമ്പയർ ചെയ്യണം. അതുകൊണ്ട് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നത്, therefore നിങ്ങൾ വീണ്ടും ജനിച്ചത് കൊണ്ട് ദൈവ പൈതൽ എന്ന് അവകാശപ്പെടുന്ന നാം എല്ലാവരും prepare our minds for an action. നമ്മളുടെ മനസ്സ് ഉറപ്പിക്കണം, പ്രിപ്പയർ ചെയ്യണം, ഉറപ്പുവരുത്തണം. ഒരു പുതിയ ആക്ഷന് വേണ്ടി ശക്തമായ ഒരു ദർശനം പ്രാപിക്കണമെന്ന്. ആ ദർശനത്തിന്റെ ഏറ്റവും അടിസ്ഥാന കല്ല് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മെ വിളിച്ച് ദൈവകുഞ്ഞാക്കി തീർത്തവൻ പൂർണ്ണ വിശുദ്ധനാണ്. അതുകൊണ്ട് ആ വിശുദ്ധനെ അറിയുവാനുള്ള ഒരു ആഗ്രഹവും വിശുദ്ധിയിലേക്ക് നമ്മളെല്ലാവരും വായിച്ച മറന്നു പോകുന്നതിന് മുമ്പ് വേറൊരു കാര്യം, രണ്ടാമത്തെ ലേഖനത്തിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ 1-2 പ്രിയമുള്ളവരെ, ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് 2-ാം ലേഖനമല്ലോ. വിശുദ്ധ പ്രവാചകന്മാർ മുൻ പറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന് ഈ ലേഖനം 2-നാലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി. നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തുന്നു. There should be a reformation taking place within me. എന്നിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാകണം. നമ്മളിപ്പോ പെന്തക്കോസ്തുകാരായിട്ടുള്ള നമ്മളെല്ലാവരും മറ്റുള്ളവരെ കമ്പയർ ചെയ്യുന്ന രീതിക്ക് ഒരു മാറ്റം ഉണ്ടാക്കണം. നമുക്ക് കമ്പയർ ചെയ്യുവാൻ നമ്മെ വിളിച്ച ഒരേ ഒരുവനേ ഉള്ളൂ. അവൻ പൂർണ്ണ വിശുദ്ധനായതുകൊണ്ട്, അവന്റെ കാഴ്ചപ്പാട് ശരിയായിട്ടുള്ളതുകൊണ്ട്, അത് മറ്റുള്ളവരുടെ നന്മയ്ക്കായതുകൊണ്ട്, അത് മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനായി, അത് മാത്രമേ ഉള്ളൂ ദൈവത്തിന്. അത് വിശുദ്ധിയിൽ അവരനുഭവപ്പാട്ട തോരണം. എനിക്ക് കഴിയാതിരുന്നപ്പോൾ ദൈവം എനിക്ക് കഴിയാത്തതിനെ ദൈവം സാധ്യമാക്കി തന്നു. അതിന് കൊടുത്ത വിലയ കാൽവറി ക്രൂശിൽ നാം കാണുന്നത്. ഒന്നാമത്തെ വാക്യത്തിൽ, 1-ാമത്തെ അധ്യായത്തിന്റെ 1-ാം ലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം മുതൽ വായിച്ചു കഴിഞ്ഞാൽ 15-ാമത്തെ വാക്യം 14-15 പണ്ട് നിങ്ങളുടെ അജ്ഞാനതക്കാലം ഞാൻ വിശുദ്ധനാകിയ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ഹലോ, അപ്പം പത്രോസിന്റെ പഴയ നിയമം എഴുതിയ പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന അറിവ് പത്രോസിന് എങ്ങനെ ഗ്രഹിച്ചു, എങ്ങനെ ലഭ്യമായിട്ടു, അത് ഇങ്ങോട്ട് കോട്ട് ചെയ്യുക, ഇങ്ങോട്ട് പകർത്തി എഴുതുക. ഇതിലെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നു, നിങ്ങളെ വിളിച്ചവൻ വിശുദ്ധനാണെന്ന്. ഇത് ഗ്രഹിക്കുവാൻ തക്കവണ്ണം സാമാന്യ ബുദ്ധി ഉപയോഗിക്കണം. കാരണം God is serious about sin. എത്രമാത്രം സീരിയസാ, എത്രമാത്രം സീരിയസാ. കാൽവറി ക്രൂശിൽ തന്റെ ജീവൻ മുഴുവനും കൊടുത്തു. അത്രമാത്രം സീരിയസാ. അപ്പം നമ്മളുടെ ജീവിതവുമായിട്ടുള്ള ബന്ധപ്പെട്ട് വിശുദ്ധി
നമ്മളുടെ അതിന് കൊടുക്കേണ്ട വില കുറച്ച് കൂടുതലായി പോകുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം തെറ്റിദ്ധരിക്കരുത്. വിശുദ്ധിയിൽ എന്നെ സൂക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം ഞാൻ കൊടുക്കേണ്ടുന്ന വില എന്റെ ജീവനാണ്. ഞാൻ ജീവൻ കൊടുക്കണമെങ്കിൽ എനിക്ക് എന്തെല്ലാം കൊടുക്കുവാൻ പറ്റുന്നത് എല്ലാം എന്റെ അധീനതയിലുള്ള സകലതും കൊടുത്തിട്ട് ലാസ്റ്റ് ആയിരിക്കും ഞാൻ ജീവൻ കൊടുക്കുക. അങ്ങനെയെങ്കിൽ ജീവൻ കൊടുക്കേണ്ടത് എന്റെ ജീവൻ നിത്യതയിൽ ഉണ്ടാകുവാൻ വേണ്ടി ഞാൻ ജീവൻ കൊടുക്കണം. എന്റെ ജീവിതത്തിലുള്ള എല്ലാ അശുദ്ധിയും എന്റെ ജീവിതത്തിലേക്ക് തുടർന്ന് കടന്നു വരാതെ എന്നെ സൂക്ഷിക്കുവാൻ തക്കവണ്ണം വിശുദ്ധിക്ക് വില കൊടുക്കണമെങ്കിൽ എന്റെ ജീവൻ പൂർണ്ണമായിട്ട് കൊടുക്കുന്നതിന് ഞാൻ സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, നിന്നെ വിളിച്ചവൻ വിശുദ്ധനാണ്. 15 നിങ്ങളെ വിളിച്ച വിശുദ്ധനത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും എല്ലാം എന്നുള്ളത് ഇൻക്ലൂഡഡ് ആയിട്ടില്ലാത്ത ഒന്നുമില്ല. ചിന്തകൾ, your privacy, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, എല്ലാം ഇൻക്ലൂഡ്സ് എല്ലാം. Nothing is excluded. എല്ലാ ഏരിയാസിലും എല്ലാ നടപ്പിലും അനുസരണമുള്ള മക്കളായി വിശുദ്ധരാകുകയും. പെന്തക്കോസ്തുകാരുടെ മുഖമുദ്ര പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമോ എന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാരണം അവർ എല്ലാം പുതുവകയിൽ നിന്നി എല്ലാം ദൈവിക പ്രവർത്തനത്തിന് വേണ്ടി സമർപ്പിക്കാതിരിക്കുന്ന ഒന്നും അവരുടെ കയ്യിൽ അവർ സൂക്ഷിക്കത്തില്ലായിരുന്നു. സകലതും ദൈവിക പ്രവർത്തനത്തിന് വേണ്ടി ദൈവത്തിന്റെ ഹിതപ്രകാരം, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ദൈവം തന്നു, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം പ്രയോജനപ്പെടുത്തുവാൻ തക്കവണ്ണമുള്ള ഒരു സമർപ്പണം. ഒരാൾ പോലും ധൈര്യത്തോടെ അശുദ്ധിയിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുമില്ല. നമ്മൾക്ക് അശുദ്ധിയിലേക്ക് കാലെടുത്ത് വെക്കാൻ നമുക്ക് തന്നെ ധൈര്യമുണ്ട്. We don't need any courage. Very often we step into dirt. എന്നാൽ വിശുദ്ധിയിലേക്ക്, മാലിന്യം നിറഞ്ഞ ഒരിടത്ത് നിന്ന് മാലിന്യമില്ലാത്ത വിശുദ്ധിയിലേക്ക് കാലെടുത്ത് വെക്കണമെങ്കിൽ ഒന്ന്, എന്റെ മനസ്സുറപ്പിച്ച് ഞാൻ ധൈര്യത്തോടുകൂടി എന്നെ പ്രിപ്പയർ ചെയ്യണം. 2, എനിക്കൊരു ആഗ്രഹം എന്നിൽ തന്നെ ഡെവലപ്പ് ചെയ്യണം. 3, that needs a lot of courage. A coward cannot lead a holy life. Because ഇന്നത്തെ ലോകത്തിന്റെ സാഹചര്യം അനുസരിച്ച് ശരിയായിട്ടുള്ള ഒരു വിശുദ്ധ ജീവിതം വചനപ്രകാരം നടക്കണമെങ്കിൽ എനിക്ക് നിർവചിക്കുവാനാകാത്ത തലത്തിലുള്ള ഒരു ധൈര്യം എനിക്കുള്ളിൽ ഉണ്ടാകണം. ആ ധൈര്യം ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞ്
365 പ്രാവശ്യം ദൈവ കുഞ്ഞുങ്ങളോട് ശക്തമായി പറഞ്ഞ ദൈവത്തിന്റെ സാന്നിധ്യമാ എനിക്ക് ധൈര്യം തരുന്നത്. ലോകം മുഴുവനും എതിർത്താലും, ലോകത്തെ മുഴുവനും including the people all over the world, 730 or 750 crores presently living in all the world together, all the countries together. അത്രയും ആൾക്കാരും അവരുടെ സകല സോഴ്സസും സകല കഴിവുകളും അവർ മൊത്തമായിട്ട് എതിരായി വന്നാലും അവയെ ഇന്നും കൺട്രോൾ ചെയ്ത് സൃഷ്ടിച്ചവൻ സൃഷ്ടിയിൽ നിന്ന് സൃഷ്ടിച്ചപ്പോൾ അതിനെ സസ്റ്റെയിൻ ചെയ്യുന്നു. അത് കൺട്രോൾ ചെയ്യുവാൻ ഇന്നും ശക്തനായവന്റെ സാന്നിധ്യം make use of it and make that will give a tremendous courage within us. അത് മറ്റുള്ളവർക്ക് മനസ്സിലാകത്തില്ല. അവർ പറയും എന്ന് പറയത്തുള്ളൂ. എന്നാൽ സത്യത്തിന് വില കൊടുക്കുവാൻ തയ്യാറായാൽ സർവശക്തനായ ദൈവം നമ്മെ കൈവിടത്തില്ല. അതിന് ദൈവത്തെ അറിയണം. 16-ാമത്തെ വാക്യം 1:16. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. അപ്പൊ ദൈവവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം വിശുദ്ധനാ, ഞാൻ അശുദ്ധി നിറഞ്ഞവനാ. ഞാൻ ദൈവമായി തീരണമെങ്കിൽ എന്നിലുള്ള അശുദ്ധി മാറ്റി വിശുദ്ധിയിലേക്ക് ഞാൻ ഉയർത്തപ്പെടണം. Ultimately, I'll become God-like. ഒരിക്കൽ കൂടെ 16 മുതൽ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മുഖപക്ഷം കൂടാതെ അത് രാജാവായാലും കൊള്ളാം, രാജ്ഞിയായാലും കൊള്ളാം, പാവപ്പെട്ടവനായാലും കൊള്ളാം, ലിറ്ററേറ്റ് വിദ്യാസമ്പന്നനായാലും കൊള്ളാം, ഒരു ക്ലാസ് പഠിക്കാത്തവനായാലും കൊള്ളാം, കാട്ടിൽ വസിക്കുന്നവനായാലും കൊള്ളാം, ഏത് വ്യക്തിയുമായാലും ഒരു മുഖപക്ഷവും ഈ കാര്യത്തിൽ ദൈവത്തിനില്ല. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. അത് പാസ്റ്റർ ആയിക്കൊള്ളട്ടെ, സൂപ്രണ്ട് ആയിക്കൊള്ളട്ടെ, ബിഷപ്പ് ആയിക്കൊള്ളട്ടെ, ആരുമായാലും ഒരേ ഒരു ക്വാളിറ്റി, ഒരേ ഒരു എക്സ്പെക്ടേഷൻ. ഈ കാര്യത്തിൽ മുഖപക്ഷമില്ല ദൈവത്തിന്. വിശുദ്ധരായി ജീവിക്കുവാൻ നമ്മളുടെ സമർപ്പണം ദൈവത്തെ കുറിച്ചുള്ള അറിവിൽ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ ലോക്ക്ഡൌൺ കാലങ്ങളിൽ നമ്മെ തന്നെ ശക്തീകരിക്കുവാൻ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു. ബാക്കി മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിയും. നമ്മളുടെ ഈ ലോകത്തിലുള്ള ജീവിതം അതാ പ്രവാസകാലം. നമ്മളെല്ലാവരും പ്രവാസികളാണ്. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. നാം അവിടേക്ക് പോകുവാൻ സമർപ്പിക്കപ്പെട്ടവരാ. കാരണം അതിനുവേണ്ടി ദൈവം ഒരുക്കി തന്ന, യേശുവിനെ ഒരുക്കി തന്ന രക്ഷ സ്വീകരിച്ചവനാ, യേശുവിനെ സ്വീകരിച്ചവനാ. അത് ഏബിളായി തീരേണ്ടതിന് വചനം പഠിച്ച് വചനത്തിൽ പ്രകാരം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും പ്രാപിച്ച് ദൈവത്തിന്റെ ഇഷ്ടം ഈ ലോകത്തിൽ ചെയ്തെടുക്കുവാൻ സമർപ്പിച്ച പ്രിയപ്പെട്ടവരാ. അതുകൊണ്ട് നമ്മളുടെ ഈ ലോകത്തിലുള്ള ജീവിതം ഭയത്തോടെ കഴിക്കണം. എങ്ങനെയുള്ള ഭയമാ? ലോകത്തിലെല്ലാവരും നമ്മളെ തകർക്കാൻ തന്നെയുള്ളൂ. പിശാചിന് അത് മാത്രമുള്ള നോട്ടം. ഒറ്റൊരുത്തനെ സ്വർഗത്തിൽ വിടരുത്. ദൈവം മനുഷ്യനായി കടന്നു വന്ന് കാൽവറി ക്രൂശില് തന്റെ ജീവൻ കൊടുത്ത് നമ്മൾക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന രക്ഷ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് ദൈവസന്നിധിയിൽ ദൈവകുഞ്ഞുങ്ങളായി ജനിച്ച് ജീവിച്ച് ആരും സ്വർഗത്തിൽ പോകരുത്. അവരെ എന്നെയും തകർത്ത് കളയണം. അത് തകർക്കുന്നതിന് വേണ്ടി അവർ ആരെയും എന്തിനേയും കൂട്ടുപിടിക്കും.
ബാക്കി വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വ്യർത്ഥം എന്ന് പറഞ്ഞിരിക്കുന്നത് നിത്യമായിട്ടുള്ള ഒരു സന്തോഷത്തെ കൊടുക്കുവാൻ കഴിയാത്ത രീതിയിൽ നമ്മെ നിത്യ നരകത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം നിത്യ സന്തോഷത്തിലേക്ക് കടന്നു വരുന്നതിന് തടസ്സമായി നമ്മൾ കൊടുക്കുന്ന ആ വിലയാണ്. അത് നമ്മൾ സ്വർണത്തിനും വെള്ളിക്കൊക്കെയാണ് കൊടുക്കുന്നത്, പണത്തിനു വേണ്ടി. ഈ ലോകത്തിൽ പൊസിഷന് വേണ്ടി, പണത്തിന് വേണ്ടി. പൊസിഷനത്തിന് ആർക്കാ പൊസിഷൻ ഉള്ളത്? വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായി ആയുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായി കുഞ്ഞാടിന്റെ വിലയേറപ്പെട്ട രക്തത്താൽ മാനസികമായി ചിന്തിച്ചാൽ പൊന്നിനും വെള്ളിക്കും കൊടുക്കുവാൻ കഴിയാത്ത, വിലയ്ക്ക് വാങ്ങിക്കുവാൻ കഴിയാത്ത പൊന്നിനെയും വെള്ളിയെയും സൃഷ്ടിച്ചൊരു വാക്കിൽ സൃഷ്ടിച്ചവരായ ദൈവം തന്റെ ദൈവം മനുഷ്യനായ ലോകത്തിലേക്ക് കടന്നു വന്നു കാൽവറി ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിന്റെ വില ഇന്ന് പകൽക്കാലം ചിന്തിച്ചുകൊണ്ട് ആ വിശുദ്ധ ജീവിതത്തിന് വേണ്ടി നമ്മെ ഒന്ന് സമർപ്പിക്കുകയാണ്. അങ്ങനെ സമർപ്പിച്ച പ്രിയപ്പെട്ടവർ, ഈ അറിവിൽ സമർപ്പിച്ച പ്രിയപ്പെട്ടവർ രണ്ടാമത്തെ അധ്യായത്തിൽ വിളിച്ചു പറയുന്നു, അങ്ങനെ സമർപ്പിക്കപ്പെട്ട പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സമർപ്പിച്ച ആ പൊസിഷനിൽ തന്നെ ഇരിക്കാതെ നമ്മൾ ജനിച്ച നമ്മൾക്ക് ഒരു വളർച്ച വേണം. വളർച്ച ഉണ്ടാകുവാൻ കോണം വിശുദ്ധ ജീവിതത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട പ്രിയപ്പെട്ടവരെ, അതിന് ദൈവം തന്നിരിക്കുന്ന സകല റിസോഴ്സസും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യണം? സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ ഗുണിയും നീക്കിക്കളഞ്ഞ് ദൈവവചനത്തിന്റെ ആഴമേറിയ യാഥാർത്ഥ്യങ്ങളെ ഗ്രഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ വളരുവാൻ തക്കവണ്ണം നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. വളരുന്ന പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, ദൈവത്തിന്റെ കൃപയാ നാം നിലനിൽക്കുന്നത്. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ ഈ വളർച്ച സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? 9-ാമത്തെ വാക്യം 2:9. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ, അത് വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഞാനോ വൈര് അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക്